السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴുള്ളത്. അൽഹംദുലില്ലാഹ്, അഥവാ യൗമുൻ നഹർ, ബലിപെരുന്നാൾ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നബിമാർക്കും അവരവരുടെ ശരീഅത്തിൽ, അവരവരുടെ ദീനിൽ പെരുന്നാൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻഹും നാസികൂഹ്. അല്ലാഹു പറയുന്നു, ഓരോ സമുദായത്തിനും റബ്ബ് സുബ്ഹാനഹു വ തആല മൻസക് നിശ്ചയിച്ചു കൊടുത്തു. ആ നുസ്ക് അവർ ചെയ്യാൻ വേണ്ടി. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടുന്ന് പറഞ്ഞു, ഐ യൗമുൽ ഈദ്, അവർക്ക് നിശ്ചയിച്ചു കൊടുത്തത് പെരുന്നാൾ ദിവസങ്ങളാണ് എന്ന് റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, ഓരോ ഉമ്മത്തിനും ഈദ് നിശ്ചയിച്ചു കൊടുത്തു. അത് മാത്രമല്ല, ബാത്തിലിന്റെ ദീനുകൾക്കും അവർ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. നമുക്കറിയാം, ബാത്തിലായ നിരർത്ഥകമായ മതങ്ങളും പെരുന്നാൾ പോലുള്ള കാര്യങ്ങൾ അവർ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, ആ പെരുന്നാളിൽ അവർ അവരുടെ പുണ്യപുരുഷന്മാരെ ഓർക്കുകയും ആ ഓർമ്മകൾ പുതുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെരുന്നാളുകളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന പെരുന്നാളുകൾ, രണ്ട് പെരുന്നാളുകളിലും അതിനു പിന്നിൽ വലിയ ഹിക്മത്തുകളുണ്ട്, വലിയ യുക്തിയുണ്ട്. മറ്റുള്ള മതങ്ങളിലെ പോലെ പിഴച്ച ആളുകളെ ഓർക്കാനും അങ്ങനെയുള്ളവരെ സ്മരിക്കാനും ഉള്ളതല്ല നമ്മളുടെ രണ്ട് പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഈ ഉമ്മത്തിലെ, ഈ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ബാധകമാണ്. പക്ഷേ അതിന് സാധ്യമാകാത്ത ആളുകൾ, ആ കാര്യം കൽപ്പിക്കപ്പെട്ട കാര്യം സാധ്യമാകാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിഹാരം നിശ്ചയിച്ചു കൊടുത്തു. നമുക്ക് നോമ്പെടുക്കാം. ഉദാഹരണത്തിന്, നോമ്പിന്റെ കാര്യം എന്താണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിലെ ഓരോ ആളുകൾക്കും നോമ്പ് നിർബന്ധമാക്കി. എന്നാൽ അതിന് സാധിക്കാത്ത ആളുകൾക്ക് പിന്നീട് മറ്റൊരു ദിവസം ആ നോമ്പ് നോറ്റുവീട്ടാൻ സാധിക്കും. ഇനി പിന്നീട് നോറ്റുവീട്ടാൻ സാധിക്കാത്ത ആളുകൾക്ക് അതിന് പകരമായി എന്താണ്, ഭക്ഷണമോ മറ്റോ പ്രായശ്ചിത്തമായി നൽകാം. ഇതാണ് അല്ലാഹുവിന്റെ ദീനിന്റെ മനോഹാരിത എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന വലിയ ഒരു ആരാധനയാണ് ഹജ്ജ് എന്നുള്ളത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരാണ് ഹജ്ജിൽ മോശമായ പ്രവൃത്തിയോ മറ്റോ ചെയ്യാതെ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ ഹജ്ജ് ചെയ്യുന്നത്, അവൻ തന്റെ ഉമ്മ പ്രസവിച്ചപ്പോൾ ഏത് രൂപത്തിലാണോ ഉള്ളത്, അഥവാ പാപങ്ങളില്ലാതെ ക്ലേശമായ ഒരു അവസ്ഥയിലുമല്ലാതെ ആ രൂപത്തിൽ അവൻ ഹജ്ജിൽ നിന്ന് മടങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, നമ്മൾ വ്യസനിക്കേണ്ടതില്ല. അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് പകരമായി തന്നിട്ടുള്ളതാണ് ഈ ഈദ് എന്നുള്ളത്, ഈ പെരുന്നാൾ എന്നുള്ളത്. അതുപോലെ തന്നെ അറഫ ദിനത്തിൽ അവിടെ സംഗമിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിശ്ചയിച്ചു തന്നു. അതുപോലെ തന്നെ അറവ് നടത്തുന്ന ആളുകൾ, അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിപെരുന്നാൾ നിശ്ചയിച്ചു തന്നു. സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ ദീനിൽ അല്ലെങ്കിൽ ഹിക്മത്തായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പെരുന്നാൾ ദിവസം ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട ആശയം എന്താണ്? എന്താണ് ബലിപെരുന്നാളിന്റെ സന്ദേശം? നമുക്കറിയാവുന്നതാണ്. ഈ പെരുന്നാളിന് നമ്മൾ ഈദുൽ അദ്ഹ എന്നാണ് പറയുന്നത്, ബലിപെരുന്നാൾ എന്നാണ് പറയുന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ ഉളുഹിയ്യത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം? നമുക്കറിയാം, ഇമാമുൽ ഹുനദാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ചെയ്ത വലിയൊരു ത്യാഗത്തിന്റെ ഓർമ്മയാണ് ഈ ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് റിസാലത്ത് നൽകിക്കൊണ്ട് ആദരിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളെ നേരിടേണ്ടി വന്നു. അല്ലാഹുവിലേക്ക് മാത്രം ക്ഷണിച്ചപ്പോൾ, നിങ്ങൾ മറ്റുള്ളതിനെ വെടിയണമെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ധാരാളം ശത്രുക്കളെ നേരിടേണ്ടി വന്നു. ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നു. ഫഅറാദു ബിഹി കൈദ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ ശത്രുക്കൾ പല കുതന്ത്രങ്ങളും മെനഞ്ഞു. എന്താണ് പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഒരാളുടെ കൂടെ ഉണ്ടായി കഴിഞ്ഞാലുള്ള അവസ്ഥ? വജഅൽനാഹുൽ അസ്വലീൻ, ആ ധിക്കാരികളെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ എതിരെ നിന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദമന്മാരിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുന്നിൽ വലിയൊരു രാജ്യം തന്നെ എതിരായി ഉണ്ടായിരുന്നു, വലിയ രാജാവുണ്ടായിരുന്നു, സൈന്യമുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ റിസാലത്ത് കൊണ്ട് പിന്തുണച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരാണോ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നത്, ആരാണോ അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നത്, അവൻ അല്ലാഹു മതിയായവനാണ്. മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊച്ചുകുട്ടിയായിരിക്കെ പഠിപ്പിച്ചു കൊടുത്ത വാക്യങ്ങൾ എന്താണ് പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് ചെറിയ പ്രായത്തിൽ ഉണ്ടായിരിക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, യാ ഗുലാം, എല്ലയോ എന്റെ കൊച്ചുമകനെ, എന്റെ കൊച്ചുമകനെ, ഇന്നി ഉഅല്ലിമുക ബികലിമാത്തിൻ, ഞാൻ ചില വാക്കുകൾ നിനക്ക് പഠിപ്പിച്ചു തരാം, ഞാൻ ചില വാക്യങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തരാം. എന്താണ് പ്രിയപ്പെട്ടവരെ അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇഹ്ഫദില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. തൗഹീദിന്റെ വാക്കാണ്. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. യഹ്ഫദുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, അല്ലാഹുവിനെ നീ പരസ്യത്തിലും രഹസ്യത്തിലും സൂക്ഷിക്കണം. അങ്ങനെയെങ്കിൽ പ്രയാസഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സഹായവുമായി നിന്റെ മുന്നിൽ നിനക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് മാത്രം ചോദിക്കണം, എന്നോട് ചോദിക്കണം എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആരാണ് ഇബ്നു അബ്ബാസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ ജ്യേഷ്ഠന്റെ മകനാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും നസീഹത്ത് ഉണ്ടാകേണ്ട ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു വാക്ക് പോലും എന്നോട് ചോദിക്കണമെന്ന് പറയുന്നില്ല. റസൂൽ നിർത്തിയോ? നീ സഹായാഭ്യർത്ഥന നടത്തുകയാണെങ്കിൽ അല്ലാഹുവോട് മാത്രം നടത്തണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, തൗഹീദിന്റെ തവക്കുലിന്റെ ഏറ്റവും വലിയ വാക്കുകളാണ് പിന്നീട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്താണത്? വഅന്നൽ ഉമ്മത ലവ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. അറിയണം ഇബ്നു അബ്ബാസ്, ഇതാ ഈ ഉമ്മത്തിലെ ആദ്യമുള്ളയാളും അവസാനമുള്ളയാളും നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു എന്താണോ നിനക്ക് ഉദ്ദേശിച്ചത് അതല്ലാതെ അവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. വഅന്നൽ ഉമ്മത ലം ഇജ്തമഅത് അലാ അൻ യദുറുക ബിശൈഇൻ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈഹി. ഇനി അവരെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് നിനക്കെതിരിൽ ഒരു കാര്യം
നിന്റെ രോമത്തിൽ തൊടാൻ അവർ ആഗ്രഹിച്ചു കഴിഞ്ഞാലും അള്ളാഹു എന്താണോ നിനക്ക് ഉദ്ദേശിച്ചത് അതല്ലാതെ അവരെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന മനോഹരമായ തവക്കുലിന്റെ മുസ്ലിമിന്റെ ഏറ്റവും മഹത്തരമായ വാക്കുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതവും ആ രൂപത്തിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിച്ചപ്പോൾ ശത്രുക്കളെ അല്ലാഹു അത് മുഖേന റിസാലത്ത് മുഖേന പരാജയപ്പെടുത്തി. നോക്കൂ സഹോദരങ്ങളെ, അവർ ഒരുക്കി വെച്ച തീകൂണ്ടാരത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തി. ഈ തൗഹീദിന്റെ ആശയം പ്രചരിപ്പിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആഗ്രഹം വന്നു. നല്ലൊരു പരമ്പര ആഗ്രഹിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ആരോടായിരുന്നു പ്രിയപ്പെട്ടവരെ? മുൻകഴിഞ്ഞ നബിമാരോടായിരുന്നു. എനിക്കൊരു മക്കളെ തരണം, അല്ലെങ്കിൽ എനിക്കൊരു മകനെ തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കാണുന്ന ഇതാ സമസ്ത എന്ന് പറയുന്ന ആളുകൾ അവർ പറയുകയാണ്, നിങ്ങൾക്ക് മക്കളില്ലേ, നിങ്ങൾ ഇന്ന ജാറത്തിലേക്ക് പോവുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നോക്കൂ. അവിടുന്ന് എന്താണ് പ്രാർത്ഥിച്ചത്? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹു എനിക്ക് സാലിഹായ ഒരു മകനെ നൽകണമേ. റബ്ബിനോട് പ്രാർത്ഥന, റബ്ബിനോട് മാത്രം പ്രാർത്ഥന. റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ ഉണ്ടായത്? ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലീമായ സഹനശീലനായ ഒരു മകനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകി, അഥവാ ഇസ്മാഈലിനെ നൽകി. പിന്നീട് എന്താണ് സഹോദരങ്ങളെ? ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അസ്ബഹുക്. ഇസ്മാഈൽ, നിങ്ങൾ ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് മകനെ ലഭിക്കുന്നത് വളരെ പ്രായമായ സന്ദർഭത്തിലാണ്. അങ്ങനെ ആ മകനെ ലഭിച്ച് ആ മകൻ ഒരു നല്ല പ്രായമായപ്പോൾ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വപ്നം കാണിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അത് മറച്ചു പിടിച്ചില്ല. ആ കാര്യം മകനോട് പറയുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട സ്വപ്നം? നമുക്ക് പറഞ്ഞു തരുന്നു. ഞാനിതാ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ട് ഇസ്മാഈൽ, എന്താണ് നിന്റെ അഭിപ്രായം? എന്താണ് നിനക്ക് പറയാനുള്ളത്? മാലാ തറാ, എന്താണ് നിന്റെ അഭിപ്രായം? ആ മകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഖാല യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അല്ലയോ ഇബ്രാഹിമായ എൻ്റെ ഉപ്പ, നിങ്ങൾ എന്താണോ കണ്ടത് അത് നിങ്ങൾ ചെയ്തു കൊള്ളുക, നിങ്ങൾക്ക് എന്നെ ക്ഷമാശീലനായ നിലയിൽ കാണാമെന്ന് ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിമിനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ മകനെ ബലിയറുക്കാൻ വേണ്ടി ഉപ്പയും മകനും പുറപ്പെടുകയാണ്. ആ ഉപ്പയുടെ മനസ്സ് എത്രത്തോളം ത്യാഗത്തിന് സന്നദ്ധമായിട്ടാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. എന്താണ് പ്രിയപ്പെട്ടവരെ പിന്നീടുണ്ടായത്? ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുഞ്ഞിനെ ഇസ്മാഈലിനെ നിലത്തേക്ക് ഇതാ വെക്കുകയാണ്. എന്നിട്ട് ആ മുഖം കാണാൻ സഹിക്കവയ്യാതെ തന്റെ മകനെ അറുത്ത് കളയണമല്ലോ എന്ന് കരുതി തല തിരിച്ചു വെച്ചാണ് കിടക്കുന്നത്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ കരളിന്റെ കഷ്ണമായ നമ്മുടെ മക്കളെയാണ് ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഹൃദയം? ഏത് രൂപത്തിലായിരിക്കും നമ്മുടെ ഹൃദയം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അങ്ങനെ ആ മകനെ വെച്ചുകൊണ്ട് അവരുടെ കണ്ടനാടിയിലേക്ക് കത്തിവെക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിനാളം വരികയാണ്. വനാജൈനാഹു അയ്യാ ഇബ്രാഹിം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുകയാണ്. ഖദ് സദ്ദഖ്ത റുയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. നീ ഇതാ കണ്ട സ്വപ്നം അത് അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു. ഈ രൂപത്തിലാണ് നമ്മൾ മുഹ്സിനീങ്ങൾക്ക് പ്രതിഫലം നിശ്ചയിക്കുക എന്ന് പറയുകയാണ്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇത് വളരെ വലിയൊരു പരീക്ഷണം മാത്രമാണ് ഇബ്രാഹിം, അങ്ങ് അറുക്കേണ്ടതില്ല എന്ന് സമാധാനത്തിന്റെ വാക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വലിയ പരീക്ഷണത്തിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുപോയി. വലിയ ത്യാഗം തന്റെ മകനെ ബലി കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി. ഇതാണ് ഈദിന്റെ സന്ദേശം, ഇതാണ് ഈദിന്റെ സന്ദേശം. പക്ഷേ ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ത്യാഗം ചെയ്തത്? എന്തായിരുന്നു അവിടത്തേക്കുള്ള ലക്ഷ്യം? പല ആളുകളും ഈ കഥ ഇങ്ങനെ ഖുതുബയിലും മറ്റും പറയും. അദ്ദേഹം സഹിച്ച ത്യാഗത്തിന്റെ വേദനകളെ കുറിച്ച് അതിങ്ങനെ സംസാരിക്കും. എന്തിനു വേണ്ടിയായിരുന്നു ഇത് ചെയ്തത്? എന്തായിരുന്നു അവിടുത്തെ ലക്ഷ്യം? അതെന്തിനാണ് എന്ന് ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. റബ്ബി ലാ തുഖ്സിനി യൗമ യുബഅദൂൻ. റബ്ബേ, ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം എന്നെ നിന്യനായ അവസ്ഥയിൽ ഒരുമിച്ച് കൂട്ടരുതേ. അതാണ് ലക്ഷ്യം. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ലക്ഷ്യം. അന്ന് ആരാണ് കൂട്ടരെ? അപമാനിക്കപ്പെടുന്ന ആളുകൾ, പാപികൾ, ശിർക്ക് ചെയ്ത ആളുകൾ,
നരകത്തിലേക്ക് കൂപ്പുകുത്തുന്ന ആളുകൾ, അന്നാരാണ് രക്ഷപ്പെടുക? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പറഞ്ഞു തന്നില്ലേ, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. അന്നേ ദിവസം സ്വത്തോ സമ്പത്തോ സന്താനങ്ങളോ ഒരാളുകൾക്കും ഉപകാരപ്പെടുകയില്ല. നമ്മൾ സ്വരുക്കൂട്ടി വെക്കുന്ന സമ്പത്തുണ്ടല്ലോ, ഹലാലോ ഹറാമോ നോക്കാതെ, തെറ്റോ ശരിയോ നോക്കാതെ നമ്മൾ സ്വരുക്കൂട്ടി വെക്കുന്ന സമ്പത്തുണ്ടല്ലോ, അത് നാളെ ഖിയാമത്ത് നാളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുകയില്ല. നമ്മുടെ സന്താനങ്ങൾ നമുക്ക് ഉപകാരപ്പെടുകയില്ല. നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ മക്കൾ, അത് നമുക്ക് ഉപകാരപ്പെടുകയില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉപകാരപ്പെടുക? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ശിർക്കില്ലാത്ത, ബിദ്അത്തുകളില്ലാത്ത, നല്ല ശുദ്ധ ഹൃദയവുമായി ആരാണോ റബ്ബിനെ കണ്ടുമുട്ടുന്നത് അവർ മാത്രമാണ് നാളെ റബ്ബിന്റെ അരികിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ത്യാഗങ്ങൾ ചെയ്തത്. അപ്പോൾ ദീനിനു വേണ്ടി നമ്മളും ത്യാഗം സഹിക്കുക. ഇതാണ് ഈദ് തരുന്ന സന്ദേശം. ദീനിനു വേണ്ടി നമ്മൾ ത്യാഗം സഹിക്കുക, അള്ളാഹുവിനു വേണ്ടി ത്യജിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ത്യജിക്കുക. അതിന്റെ പ്രാധാന്യ ലക്ഷ്യം ആഖിറമായിരിക്കണം പ്രിയപ്പെട്ടവരെ. അതിന്റെ ലക്ഷ്യം അള്ളാഹുവോടുള്ള സാമീപ്യമായിരിക്കണം. അതിന്റെ ലക്ഷ്യം നരകത്തിൽ നിന്നുള്ള രക്ഷയായിരിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. അറിയണം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ചരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ളതാണ്. എന്താണ് ചരക്ക് കൊണ്ടുള്ള ഉദ്ദേശം? അലാ ഇന്ന സിൽഅത്തല്ലാഹി ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വർഗ്ഗമാണ്, അത് വിലപിടിപ്പുള്ളതാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗത്തിന് പകരം നമ്മൾ ത്യാഗം സഹിക്കേണ്ടി വരും. സ്വർഗ്ഗത്തിന് വേണ്ടിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ബലിയറുക്കാൻ തയ്യാറായത്. സ്വർഗ്ഗത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് തന്റെ മകനെയും ഭാര്യയെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോയതും. സഹോദരങ്ങളെ, ഇതൊന്നും ഉപേക്ഷിക്കാൻ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടില്ല. നമ്മുടെ മക്കളെ വെടിയണമെന്നോ, നമ്മുടെ ഭാര്യ വെടിയണമെന്നോ, നമ്മുടെ മകനെ ബലിയറുക്കണമെന്നോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. ഏത് കാര്യങ്ങളാണ് സഹോദരങ്ങളെ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്? നമുക്ക് താങ്ങുന്ന കാര്യങ്ങൾ മാത്രം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ഖേദകരം എന്തെന്ന് പറയട്ടെ, അതുപോലും നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമാണോ പ്രിയപ്പെട്ടവരെ, ഈദ് ദിവസത്തിൽ പോലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളില്ലേ? എന്നിട്ട് പറയുന്നത് എന്താണ്? നമ്മൾ ആഘോഷിക്കുന്നത് ഈദുൽ അദ്ഹയാണ് എന്നുള്ളത്. സഹോദരങ്ങളെ, ഇബ്രാഹിമിന്റെ ചരിത്രം അറിഞ്ഞ ആളുകൾക്ക് എങ്ങനെയാണ് ഈ രൂപത്തിൽ, ഹറാമായ രൂപത്തിൽ പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കുക? നമ്മൾ ഉടുത്തിട്ടുള്ള വസ്ത്രം അത് അല്ലാഹുവിന് തൃപ്തിയുള്ള രൂപത്തിലാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. നമ്മുടെ വസ്ത്രം നിര്യാണിക്ക് താഴെ പോയിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ ഓർക്കുക. ആരുടെ വസ്ത്രമാണോ നിര്യാണിക്ക് താഴെ അഹങ്കാരത്തോടു കൂടി വലിച്ചിടക്കുന്നത് ആ നരകത്തിലേക്കുള്ളതാണ് എന്ന് ആ വസ്ത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ഈ ഹദീസ് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ പറയും, അഹങ്കാരത്തോടു കൂടി വലിച്ചെടുത്താലല്ലേ നമുക്ക് ശിക്ഷയുള്ളൂ. ഞാൻ അഹങ്കാരത്തോടു കൂടിയല്ല വലിച്ചിഴക്കുന്നത് എന്നുള്ളത് കേട്ടാൽ തോന്നുന്നു നല്ലൊരു ന്യായീകരണമാണ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള ഏതെങ്കിലും ഒരാൾ ഞാൻ വലിയൊരു അഹങ്കാരിയാണ് എന്ന് പറഞ്ഞത് നമുക്കറിയുമോ? ഏതെങ്കിലും ഒരാൾ ഞാൻ വലിയൊരു അഹങ്കാരിയാണ് എന്ന് പറയുന്നത് നമുക്കറിയുമോ? പ്രിയപ്പെട്ടവരെ, നരിയാണിക്ക് താഴെ വസ്ത്രം ഏക്കുക എന്നുള്ളതാണ് അഹങ്കാരം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ പൊരുൾ. അതല്ലാതെ അഹങ്കാരത്തോടു കൂടി ഇഴക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സല്ല, മറിച്ച് ആ പ്രവൃത്തി തന്നെ അഹങ്കാരമാണ് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു. ഇതുപോലെ തന്നെ സഹോദരങ്ങളെ, കുടുംബ ബന്ധം ചേർക്കുക എന്ന് റസൂൽ പറഞ്ഞ കാര്യം തന്നെ. ചില ആളുകൾ എന്ത് ചെയ്യും? അന്യ സ്ത്രീകളുമായി ഹസ്തദാനം നടത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് അവൻക്ക് അർഹമല്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ അവന് നല്ലത് തന്റെ തലയിൽ ആണി അടിക്കുക എന്നുള്ളതാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമല്ലേ കുടുംബബന്ധം ചേർക്കണമെന്ന്? അതേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അന്യ സ്ത്രീകളെ ഹസ്തദാനം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നിങ്ങൾ ചിലത് മാത്രം വിശ്വസിക്കുകയും മറ്റു ചിലത് ഉപേക്ഷിക്കുകയും ചെയ്യുകയാണോ? ജൂതന്മാരെ പറ്റി പറഞ്ഞതുപോലെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കുടുംബബന്ധം ചേർക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് തോന്നിയ രൂപത്തിലാകാൻ പാടില്ല. അതാണ് ഈദിന്റെ മറ്റൊരു സന്ദേശം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു ഏത് രൂപത്തിലാണ് ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുപോലെ ആയിരിക്കണം നമ്മൾ പാലിക്കേണ്ടത്. നാട്ടുകാരെങ്ങനെ നടക്കുന്നു അത് നിന്റെ വിഷയമാകാൻ പാടില്ല. കൂട്ടുകാരെങ്ങനെ നടക്കുന്നു അത് നിന്റെ വിഷയമാകാൻ പാടില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളുടെ വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം സമിഅ്നാ വഅതഅനാ. അല്ലാഹു റസൂൽ ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ
കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. ആ ആഘോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന പരിധിക്ക് അപ്പുറത്തേക്കാകാൻ പാടില്ല. ഹലാലായ രൂപത്തിൽ നമ്മൾ ആഘോഷിക്കണം. ചില ആളുകൾ പറയുന്നതായി കാണാം, നമുക്ക് ആഘോഷങ്ങളിൽ ആശംസകൾ മാത്രമാണ് എന്നുള്ളത്. ഒരിക്കലും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും പെരുന്നാൾ ആഘോഷിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ കുടുംബബന്ധം ചേർക്കണം, മക്കളുമായി രസിക്കണം, അവരുമായി കളിക്കണം, കുടുംബത്തോടൊപ്പം നല്ല രൂപത്തിൽ ഹലാലായ രൂപത്തിൽ നമ്മൾ ആഘോഷിക്കണം. അതിനുള്ളതാണ് നമുക്ക് പെരുന്നാൾ എന്നുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്നലി കുല്ലി ഖൗമിൻ ഈദാ, ഇതാ എല്ലാ സമുദായത്തിനും പെരുന്നാളുണ്ട്. ഹാദാ ഈദുനാ, ഇത് നമ്മളുടെ പെരുന്നാളാണ് അബൂബക്കറെ, നമ്മൾ ആഘോഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ മനസ്സിൽ നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പെരുന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ തൃപ്തിയാണ് നമുക്ക് ലഭിക്കുക. അതല്ലാതെ ഹറാമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് റബ്ബിന്റെ കോപമായിരിക്കും ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم انصر إخواننا في كل مكان اللهم انصر إخواننا في كل مكان وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.